ഓം ശാന്തി. നമുക്ക് നമ്മളുടെ ഓരോരുത്തരുടെയും അവ്യക്ത സ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യുവാൻ, അവ്യക്ത സ്ഥിതിയിൽ ഇരിക്കുവാൻ ബാബ നമുക്ക് നൽകുന്ന ശ്രീമത്താണ്, മക്കളെ കുറച്ച് ചിന്തിക്കൂ, കൂടുതൽ പ്രവർത്തിക്കൂ. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന എല്ലാ പ്രകാരത്തിലുള്ള ഉലച്ചിലുകളെയും സമാപ്തമാക്കി എപ്പോഴും നല്ല ഉജ്ജ്വലമായിരിക്കണം. പഴയ കാര്യങ്ങൾ, പഴയ സംസ്കാരങ്ങളാകുന്ന അസ്ഥിയെ സമ്പൂർണ്ണ സ്ഥിതിയുടെ സാഗരത്തിൽ ഒഴുക്കിക്കളയും. തൻ്റെ പഴയ ജന്മത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ മറക്കുന്നത് പോലെ ഒരാൾ ദേഹം വിട്ട് സംസ്കാരം കഴിയുമ്പോൾ എല്ലാം അവശേഷിക്കുന്നു, എല്ലാം പോവുകയാണ്. ആത്മാവിന് പിന്നെ പഴയതൊന്നുമില്ല, ആത്മാവ് മാത്രം അവശേഷിക്കുന്നു. അപ്പൊ തൻ്റെ പഴയ ജന്മത്തെ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റൂ? ഒന്നും അറിയില്ല. അതേപോലെ ഈ സമയത്തും നമ്മൾ എന്ന് ഭഗവാന്റെ കുട്ടിയായോ ആ പഴയ ഞാൻ അന്ന് മരിച്ചു, ഒരു പുതിയ മനുഷ്യനായി മാറി. അപ്പോൾ ആ പുതുമയുള്ള ജീവിതത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ നമ്മുടെ പഴയ സ്വഭാവ സംസ്കാരങ്ങളെല്ലാം മറക്കുകയാണ്. ഞാൻ ഇന്നലെ വരെ ശൂദ്രനായിരുന്നു, ഇപ്പോൾ ബ്രാഹ്മണനായി. അതുകൊണ്ട് ഇനി ഒരിക്കലും എന്നിൽ ആ ശൂദ്രന്റെ പഴയ സ്വഭാവമോ സംസ്കാരമോ ഉണ്ടാകാൻ പാടില്ല. എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ബലഹീനതകളെ, പഴയ സംസ്കാരത്തെ എല്ലാം നമ്മുടെ സമ്പൂർണ്ണ സ്ഥിതിയാകുന്ന സാഗരത്തിൽ ഒഴുക്കിക്കളയും. അപ്പൊ കൂടുതൽ പ്രവർത്തിക്കുക, മിതമായി ചിന്തിക്കുക. അത് ചിന്തകളുടെ മേൽ അത്രയും അധികം നിയന്ത്രണം കൊണ്ടുവരുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ അവ്യക്ത സ്ഥിതി അനുഭവിക്കാൻ സാധിക്കുള്ളൂ. ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ബാബയുടെ ആഗ്രഹമനുസരിച്ച് ബാബ നമുക്ക് നൽകുന്ന അവ്യക്ത പാലനയ്ക്ക് നമുക്ക് റിട്ടേൺ കൊടുക്കാം. ഓം ശാന്തി.